നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിൽ തോറ്റു തൊപ്പിയിട്ട് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ ഭയന്ന് ബങ്കറിലൊളിച്ച പാക് സൈനിക മേധാവി ആസിം മുനീറിന് പാക് ഭരണകൂടം നൽകിയത് ഫീൽഡ് മാർഷൽ പദവി. അതുകൊണ്ട് പോലും ആസിം മുനീറിൻ്റെ കഷ്ടകാലം തീരുന്നില്ല. പാക് സേനാ മേധാവി കൂടിയായ ആസിം മുനീറിനെ ഇപ്പോൾ ചൈന വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ആസിം മുനീർ അവിടെ ചെന്ന് കിട്ടേണ്ടതൊക്കെ കേട്ട് വാങ്ങിക്കൊണ്ട് തിരികെ പാകിസ്ഥാനിലേക്ക് എത്തുകയും ചെയ്തു. ഇന്ത്യക്കെതിരെ ഉണ്ടാക്കിയ ധാരണ പ്രകാരം പാകിസ്ഥാനിൽ ചൈന നടത്തി വരുന്ന നിക്ഷേപ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മതിയായ സുരക്ഷ നൽകാൻ ഇതുവരെ വർഷങ്ങൾ 3-4 കഴിഞ്ഞിട്ടും പാക് സൈന്യത്തിന് സാധിക്കാത്തതിനെ തുടർന്നാണ് സൈനിക മേധാവിയെ, കാരണം പാക് ഭരണകൂടത്തിലെ മന്ത്രിമാരെയോ പ്രധാനമന്ത്രിയോ ഒന്നും വിളിച്ചു വരുത്തിയിട്ട് ഒരു കാര്യവുമില്ലെന്ന് ചൈനീസ് ഭരണകൂടത്തിനറിയാം. അതുകൊണ്ട് തന്നെയാണ് പാക് സൈനിക മേധാവിയെ വിളിച്ചു വരുത്തി പറ്റുമെങ്കിൽ സുരക്ഷ കൊടുക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ വഴി നോക്കിക്കൊള്ളാമെന്ന ശക്തമായൊരു ഭീഷണി സന്ദേശം തന്നെ ചൈനീസ് വിദേശകാര്യമന്ത്രി നൽകിയത്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി ആസിം മുനീറിനെ വിളിച്ചു വരുത്തിയത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തി ചെയ്തതുപോലെയൊന്നുമല്ല. വിളിച്ചു വരുത്തി ഭക്ഷണവും കൊടുത്ത് എല്ലും കഷ്ണവും കടിച്ച് നന്ദി കാട്ടുന്നത് കാണാനും വേണ്ടിയല്ലെന്ന് വ്യക്തം. പിന്നെ എന്തിനാണ് സിപെക് പദ്ധതി? ചൈനയുടെ പാകിസ്ഥാനിലെ ഏറ്റവും നിർണായകമായ ചുവപ്പ് കോറിഡോർ പദ്ധതിയാണ്. $60 ബില്യൺ ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ. ബലൂചിസ്ഥാനിലൂടെയാണ് ഈ കോറിഡോർ കടന്നു പോകുന്നത്. ബലൂചിസ്ഥാൻ പാകിസ്ഥാനുള്ളിലാണ്. അവിടെ സ്വാതന്ത്ര്യവാദികൾ ഉയർത്തുന്ന ചില പ്രക്ഷോഭങ്ങൾ ഈ അടുത്ത കാലത്തായി പാക് സേനയുടെയും പാക് സർക്കാരിൻ്റെയും തലവേദനയാണ്. ചൈനയ്ക്കും അത് തലവേദനയാണ്. 100 കണക്കിന് ചൈനീസ് വിദഗ്ധർ, 1000 ചൈനീസ് തൊഴിലാളികൾ, ഇവരൊക്കെയാണ് ഇപ്പോൾ സിപെക് അടക്കം പാകിസ്ഥാനിലെ ചൈനയുടെ പല പദ്ധതികൾക്കും പിന്നിൽ പ്രവർത്തിച്ചു വരുന്നത്. ഇവരുടെ ജീവന് ഒരു സുരക്ഷയും പാകിസ്ഥാൻ തങ്ങളുടെ രാജ്യത്തിനകത്ത് നൽകാൻ പാകിസ്ഥാന് സാധിക്കുന്നില്ല എന്നിടത്താണ് ചൈനയുടെ പരാതിയും പരിഭവവും അരിശവുമൊക്കെ. തീവ്രവാദ വിരുദ്ധ സഹകരണം എന്നാണ് പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ആ തന്ത്രപ്രധാനമായ പരമപ്രധാനമായ കൂട്ടുകെട്ടിനെ ഇരു രാജ്യങ്ങളും വിശേഷിപ്പിക്കുന്നത്. ചൈന എടുത്തെടുത്ത് പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ എന്നിട്ടും ചൈനീസ് പൗരന്മാർക്ക് സുരക്ഷയോ സംരക്ഷണമോ നൽകാൻ പാക് സർക്കാരിനോ പാക് സൈന്യത്തിനാകുന്നില്ല. 2021 ശേഷം 14ലധികം ആക്രമണങ്ങളാണ് പാകിസ്ഥാനിലെ വിവിധ പ്രവിശ്യകളിൽ വെച്ച് ചൈനീസ് പൗരന്മാർക്ക് നേരെ നടന്നിട്ടുള്ളത്. ഇതിൽ 20 ചൈനീസ് പൗരന്മാരിലും കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. ചൈനയ്ക്കെതിരായ കടുത്ത ദേശീയ വികാരമാണ് പാകിസ്ഥാനിലെ ചില കേന്ദ്രങ്ങളിൽ, ചില പ്രവിശ്യകളിൽ ഇപ്പോഴും ഉയർന്നു വരുന്നത്. ചൈനീസ് പദ്ധതികൾ പാക് ജനതയ്ക്ക് ഒരു ഉപയോഗവുമില്ല, ഒരു ഗുണവും ചെയ്യുന്നില്ല എന്നാണ് ജനതയുടെ ന്യായമായ വാദം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 വർഷമായി ചൈന ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുകയോ പുതുതായി അവിടെ ബില്യൺ കണക്കിൽ ഡോളർ കൊണ്ടിറക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പകരം 2021 തുടങ്ങി വെച്ച സിപെക് അടക്കമുള്ള പദ്ധതികൾ എങ്ങനെയെങ്കിലും ചെയ്തു തീർക്കുക, അങ്ങനെ തലവേദന പകുതി ഒഴിവാക്കുക എന്നതാണ് ചൈനയുടെ ലക്ഷ്യം. പക്ഷേ ഈ പദ്ധതികൾ തീർക്കണമെങ്കിൽ ചൈനീസ് പൗരന്മാർക്ക് പാകിസ്ഥാനുള്ളിൽ സുരക്ഷ വേണം. കനത്ത സുരക്ഷയുടെ മാത്രമേ ഇവർക്ക് പ്രവർത്തിക്കാനാകൂ. അതിന് പാക് സൈന്യമാണ് സഹായിക്കേണ്ടത്. പക്ഷേ പാക് സൈന്യത്തിനുള്ള വിശ്വാസം ചൈനയ്ക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോഴെന്താണ് ചെയ്യുന്നത്? പാക് പോലീസിലെ ഒരു പ്രത്യേക വിഭാഗത്തെ സൈനിക പരിശീലനം നൽകി ചൈനീസ് സിപെക് അടക്കമുള്ള ചൈനയുടെ വിവിധ നിർമ്മാണ പദ്ധതികളുടെ സുരക്ഷ ഏൽപ്പിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുകയാണ് ചൈനീസ് പാക് സർക്കാരുകൾ. അല്ലെങ്കിൽ ചൈന തങ്ങളുടെ സൈന്യത്തെ സുരക്ഷയ്ക്കായി പാകിസ്ഥാനിലേക്ക് ഇറക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പാകിസ്ഥാന് പലതും വാരിക്കോരി കൊടുത്തതാണ് ചൈന. ആയുധങ്ങൾ, പോർ വിമാനങ്ങൾ, വിവിധ നിർമ്മാണ പദ്ധതികൾ, സാമ്പത്തിക സഹായം, അങ്ങനെ ഇന്ത്യക്കെതിരെ എടുത്ത് പ്രയോഗിക്കാനായി എല്ലാം കൊടുത്തു. അങ്ങനെ പാകിസ്ഥാനെ ഏറ്റവും മുൻഗണനയുള്ള അയൽ രാജ്യമായി കണ്ടാണ് ചൈന ഇതൊക്കെ ഡിസ്കൗണ്ടിൽ അയച്ചു കൊടുത്തത്. ഇതിൻ്റെ പിന്നിൽ ലക്ഷ്യം ഒന്നേ ഒന്ന് മാത്രം: ഇന്ത്യയെ തറപറ്റിക്കുക, ഇന്ത്യയെ അസ്വസ്ഥമാക്കുക, ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ പാക് മണ്ണ് ഉപയോഗിക്കുക. അതിൽ പാകിസ്ഥാന് ഒരു എതിർപ്പില്ല. അവർക്ക് സന്തോഷമേ ഉള്ളൂ. ഇന്ത്യക്കെതിരെ ശത്രുവിൻ്റെ ശത്രു പണ്ടേ അവരുടെ മിത്രമാണ്. ഇനി ഇന്ത്യൻ ആയുധങ്ങൾ പാക് ഭൂമിയിൽ നിന്ന് വരുന്ന ഏതൊരു നീക്കത്തെയും പ്രയോഗിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അന്ന് നാം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാക് വ്യോമസേനയെ അടക്കം അത് കാട്ടിക്കൊടുത്തതാണ്.
കറാച്ചി തുറമുഖം ലക്ഷ്യമാക്കി ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലടക്കം കപ്പൽ വ്യൂഹം അതിവേഗം നീങ്ങിയതാണ്. പാകിസ്ഥാൻ ഇനിയും വെടിനിർത്തിയില്ലായിരുന്നെങ്കിൽ ആ തുറമുഖമടക്കം നിന്ന് കത്തിയേനെ. കാരണം എന്താണ്? ഇപ്പോഴെങ്കിലും ഇന്ത്യ അഹിംസയുടെ പാത വിട്ട് പ്രതികരിച്ചില്ലായിരുന്നെങ്കിൽ ചൈനയും പാകിസ്ഥാനും തലയിൽ കയറിയിരുന്നത്. അങ്ങനെയാണ് പാക് വിദേശകാര്യമന്ത്രി വാങ് യി സൈനിക മേധാവി ജനറൽ ആസിം മുനീറിനെ വിളിച്ചു വരുത്തിയത്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വിശദാംശങ്ങൾ അറിയാനല്ല, പക്ഷേ പാകിസ്ഥാനുള്ളിൽ തങ്ങളുടെ രാജ്യം നടത്തുന്ന, തങ്ങളുടെ പൗരന്മാരും തങ്ങളുടെ വിദഗ്ധരും നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, പുതിയ പദ്ധതികളുടെ നടത്തിപ്പ്, അതിന് വേണ്ട സുരക്ഷ ഒരുക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നറിയാനാണ്. അതുമാത്രമല്ല, ഇന്ത്യയുമായുള്ള യുദ്ധം തോറ്റപ്പോൾ ഫീൽഡ് മാർഷൽ പദവി രണ്ടും കൈ നീട്ടി വാങ്ങിയതിന് ആസിം മുനീറിനെ വിളിച്ചു വരുത്തി പരിഹസിക്കുകയായിരുന്നു ചൈനീസ് വിദേശകാര്യമന്ത്രി. ഡൊണാൾഡ് ട്രംപിനെ നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്തതിന് ആസിം മുനീറിന് കണക്കിന് കിട്ടി. ചൈനയുടെ മുഖത്തു നിന്നും കാര്യമായി തന്നെ കേട്ടു. ഒടുവിലെത്തേത് വാങ്ങിയ വക ഒരു വിരട്ടായിരുന്നു. ഇനി ഒരു ചൈനീസ് പൗരനെങ്കിലും പാക് മണ്ണിനുള്ളിൽ വിഘടനവാദികളുടെ, അവരുടെ ഭാഷയിൽ വിഘടനവാദികളാണ്, വിഘടനവാദികളുടെ കൈകൊണ്ട് കൊല്ലപ്പെടുകയോ വല്ലതും ചെയ്താൽ തങ്ങളുടെ സൈന്യത്തെ പാകിസ്ഥാനിൽ ഇറക്കുമെന്ന ഒരൊറ്റ ഭീഷണി ഇപ്പോൾ ചൈന പാകിസ്ഥാൻ നൽകിയിരിക്കുന്നത്. പാകിസ്ഥാനിലെ ഏതെങ്കിലും ഒരു പ്രവിശ്യയിൽ തങ്ങളുടെ പൗരന്മാർ ആക്രമിക്കപ്പെട്ടാൽ ചൈനയുടെ മുഖം കറക്കുമെന്ന വ്യക്തമായ സന്ദേശം. ഈ സന്ദേശം വ്യക്തമായി ഒന്നും കൂടി ധരിപ്പിച്ച് തന്നെയാണ് ആസിം മുനീറിനെ തിരിച്ച് പാകിസ്ഥാനിലേക്ക് വിട്ടത്. ഒന്നുകിൽ ട്രംപിനൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ ചൈനയ്ക്കൊപ്പം നിൽക്കുക. അല്ലാതെ ഈ പല വള്ളത്തിൽ ചവിട്ടിയുള്ള ഈ നിൽപ്പ് അതത്ര നല്ല നിൽപ്പല്ല എന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി അദ്ദേഹത്തിന് മനസ്സിലാവുന്ന ഭാഷയിൽ, പറയാനാവുന്ന ഭാഷയിൽ തന്നെ വ്യക്തമായി ആസിഫ് മുനീറിനെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. പാകിസ്ഥാൻ മണ്ണിൽ തങ്ങൾ മുടക്കിയ മുതൽ തിരിച്ചു പിടിക്കാൻ തങ്ങൾക്ക് വേറെ വഴി നോക്കേണ്ടി വരുമെന്ന കടുത്ത ഭീഷണി നൽകിയിട്ടാണ് ആസിം മുനീറിനെ തിരിച്ച് ചൈനീസ് ഭരണകൂടം ചൈനീസ് വിമാനത്താവളത്തിൽ നിന്നും പാകിസ്ഥാനിലേക്ക് വിമാനം കയറ്റിവിട്ടത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചു ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച